ഹലോ എവ്രി വൺ. എയർഫോഴ്സ് എന്നത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ചാൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അഫ്കാറ്റിന്റെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് നമുക്ക് നോക്കാം. അപ്പം ക്രിട്ടിക്കൽ ഡേറ്റ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് നവംബർ 17-നാണ്. നവംബർ 17-നാണ് ഒഫീഷ്യലി ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ആവുന്നത്. അപ്പൊ അതിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഡിസംബർ 14-ആണ്. ഇപ്പൊ ഡിസംബർ 14 വരെ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈം ഉള്ളത്. ടൈം വളരെ കുറവാണ്. എല്ലാവരും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി എക്സാം ഡേറ്റ്, അപ്പം അഫ്കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി എക്സാം ഡേറ്റ് ഒക്കെ മുൻകൂറായിട്ട് നമുക്ക് അവരെ അറിയിക്കും അല്ലേ. അപ്പൊ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31-ആണ് 2026. അപ്പൊ 2026 ജനുവരി 31-ലായിരിക്കും നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എക്സാമിൽ പാസ് ആയിട്ടുള്ളവർക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്നത് ജനുവരി 2027-ലാണ്. അപ്പം എക്സാക്ട് ഒരു വർഷം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ക്വാളിഫൈ ആയിട്ടുള്ളവരുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്നത്. അടുത്തതായിട്ട് പോർട്ടൽ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ്, ഈ ഒരു പോർട്ടലിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ എലിജിബിലിറ്റി എന്താണ് അത് നമുക്ക് നോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ യു മസ്റ്റ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ അൺമാരീഡ് ആയിരിക്കണം. ഓക്കെ, എക്സാം എഴുതുന്ന സമയത്തും അതുപോലെ ട്രെയിനിങ്ങിന്റെ സമയത്തും നിങ്ങൾ അൺമാരീഡ് ആയിരിക്കണം. അപ്പൊ അൺമാരീഡ് ആയിരിക്കണം എന്നൊരു കമ്പൽസറി ആയിട്ട് പറയുന്ന കാര്യമാണ്. അടുത്തത് ഫ്ലൈയിങ്ങിലാണെങ്കിൽ നിങ്ങൾ ഫ്ലൈയിങ് പോസ്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ 20 to 24 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഹോൾഡേഴ്സിന് 2 വർഷം വരെ റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പൊ 26 വയസ്സ് വരെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നോർമലി ഉള്ളത് 20 to 24 ആണ്. അടുത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി പോസ്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 20 to 26 ആണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒട്ടും ഇതിൽ നിങ്ങൾ ഇന്നെലിജിബിൾ ആക്കുന്ന കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തേത് CPSS ഓർ PABT ഫെയിലുവേഴ്സ്. അപ്പൊ PABT എന്ന് പറയുമ്പോൾ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി ടെസ്റ്റ്, അതുപോലെ എന്താണ് ആ ഒരു എക്സാം ഫെയിലിയർ ആവാൻ പാടില്ല. ആ ഒരു ടെസ്റ്റ് നിങ്ങൾ ഫെയിൽ ആയവരായിരിക്കാൻ പാടില്ല. അടുത്തത് ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഉള്ളവരായിരിക്കരുത്. അതുപോലെ മെന്റൽ ഹെൽത്ത് ഹിസ്റ്ററി എല്ലാം ഓക്കെ ആയിരിക്കണം. പിന്നെ ഏതെങ്കിലും ഡിഫൻസ് അക്കാഡമീസിന് ഡിസിപ്ലിനറി ആക്ഷൻ നിങ്ങൾക്കെതിരെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളെ ഇന്നെലിജിബിൾ ആക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ എലിജിബിലിറ്റി. ഓക്കെ, അടുത്തത് വേക്കൻസീസിനെ കുറിച്ച് നോക്കാം. ടോട്ടലി 340-ൽ കൂടുതൽ വേക്കൻസീസ് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അതില് ഫ്ലൈയിങ് ബ്രാഞ്ചിന് 38 സീറ്റാണുള്ളത്. മെയിലിനും ഫീമെയിലിനും കമ്പൈൻഡ് ആയിട്ട് 38 സീറ്റാണ് പറയുന്നത്. അടുത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി, അതും ടെക്നിക്കൽ ആണെങ്കിൽ 188 സീറ്റാണ് പറയുന്നത്. അതില് ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിന് 129 സീറ്റും മെക്കാനിക്കൽ ബ്രാഞ്ചിന് 59 സീറ്റുമാണ്. അങ്ങനെ ടോട്ടൽ 188 സീറ്റാണ് വരുന്നത്. അടുത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആണെങ്കിൽ ടോട്ടൽ 115 സീറ്റ് ഉണ്ട്. അതിൽ അഡ്മിനിസ്ട്രേഷന് 60 സീറ്റും വെപ്പൺ സിസ്റ്റത്തിന് 26 സീറ്റും ബാക്കിയുള്ള ബ്രാഞ്ചസ് എല്ലാം കൂടെ 29 സീറ്റ്സുമാണ്. അങ്ങനെ ടോട്ടൽ അതിന് 115 സീറ്റ്സ്. അപ്പം 38 സീറ്റ്, 188 സീറ്റ്, 115 സീറ്റ്, ഇങ്ങനെയാണ് ഓരോന്നിനും വരുന്നത്. അങ്ങനെ ടോട്ടൽ 340+ വേക്കൻസീസ് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്തത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ആധാർ കാർഡ്, നിങ്ങളുടെ ഒറിജിനൽ ആധാർ ID ആണ് വേണ്ടുന്നത്. രണ്ടാമത്തേത് നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പറുമാണ്. അടുത്തത് റീസെന്റ് ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപ്പൊ അതിന്റെ സൈസ് എന്ന് പറയുന്നത് മിനിമം 100 KB, മാക്സിമം 200 KB ആയിരിക്കണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് സിഗ്നേച്ചർ, അത് ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള സിഗ്നേച്ചർ ആയിരിക്കണം. മിനിമം 80 KB, മാക്സിമം 150 KB സൈസും ആയിരിക്കണം അതിന് ഉണ്ടാവേണ്ടത്. അടുത്ത തമ്പ് ഇംപ്രഷനും അതുപോലെ തന്നെയാണ്, ലെഫ്റ്റ് തമ്പും റൈറ്റ് തമ്പും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം ഫീ ഉണ്ടായിരിക്കും. അത് GST കൂടെ ചേർത്തിട്ട് 649 രൂപയാണ് ഫീ എന്ന് പറയുന്നത്. 550 + GST, അതായത് 649 രൂപയാണ് നിങ്ങളുടെ എക്സാം ഫീ എന്ന് പറയുന്നത്. അപ്പം ഇതില് NCC സ്പെഷ്യൽ എൻട്രി ഉള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യേണ്ടതില്ല. അതെന്താണ് നമുക്ക് നോക്കാം പിന്നീട്. NCC സ്പെഷ്യൽ എൻട്രിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അടുത്തതായിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. അപ്പൊ എല്ലാവർക്കും ഉള്ള ഡൗട്ട് അല്ലേ, അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ +2-ല്
മാത്സും ഫിസിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ്. മാത്സിനും ഇംഗ്ലീഷിനും മിനിമം 50% മാർക്ക് +2 നിങ്ങൾ സ്കോർ ചെയ്തവരായിരിക്കണം. അതെല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന റിക്വയർമെന്റ് ആണ്. അതിന് ശേഷമുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ഫ്ലൈയിങ് ബ്രാഞ്ചിലാണെങ്കിൽ അത് കൂടാതെ ഏതെങ്കിലും ഒരു ഡിഗ്രി അതിൽ 60% മാർക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞവരായിരിക്കണം വിത്ത് 60% മാർക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ, അതും ഇലക്ട്രോണിക്സിലാണെങ്കിൽ സെയിം ഈ ഒരു കാര്യമുണ്ട്. മാത്സിനും ഫിസിക്സിനും +2 50% മാർക്സ് വേണം. പിന്നെ MSc ഇലക്ട്രോണിക്സ് ആണെങ്കിൽ 50%, അതുപോലെ BSc ഫിസിക്സ് 60%, അതും അല്ലെങ്കിൽ ബിടെക്കിൽ റിലേറ്റഡ് ഫീൽഡ്സുമായിട്ട് 60%-ൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ. ഇനി മെക്കാനിക്കൽ ആണെങ്കിൽ സെയിം ഈ ഒരു കാര്യം തന്നെ, മാത്സും ഫിസിക്സും 50% എബോവ് ഇൻ +2. അടുത്തത് 4 ഇയർ ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറയുന്നത് 60%-ൽ കൂടുതലായിരിക്കണം. ഓക്കെ, അടുത്തത് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽസിനാണ് 50% ഇൻ മാത്സ് ആൻഡ് ഫിസിക്സ് അറ്റ് +2. അടുത്തത് എനി 3 ഇയർ ഡിഗ്രി 60% എബോവ്. അപ്പൊ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ ഡിഗ്രി അതിൽ 60% എബോവ് മാർക്സ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇനി എക്സാമിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാ ഞാൻ പറഞ്ഞത് ജനുവരി 31-നാണ്. 2026 ജനുവരി 31-നായിരിക്കും നിങ്ങളുടെ എക്സാം. ഇപ്പൊ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ ആയിരിക്കും എക്സാം ടൈം എന്ന് പറയുന്നത്. അടുത്തത് 100 ക്വസ്റ്റ്യൻസ് 300 മാർക്കാണ്. അപ്പം ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ടോട്ടൽ മാർക്ക് 300 ആണ്. ഇനി എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം ആയിരിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, പിന്നെ ഇംഗ്ലീഷ് മാത്രമായിരിക്കും ലാംഗ്വേജ് പ്രിഫറൻസ് വരുന്നത്. ഇംഗ്ലീഷ് മാത്രമാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, ഓൺലൈൻ ആണ്. ഓക്കെ, ഇനി ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വേണ്ടുന്നത്? ജനറൽ അവയർനെസ്, വെർബൽ എബിലിറ്റി ഫോർ ഇംഗ്ലീഷ്, അടുത്ത ന്യൂമറിക്കൽ എബിലിറ്റി, പിന്നെ റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കറക്റ്റ് ആൻസറിന് 3 മാർക്ക് വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ 3 മാർക്ക് വെച്ച് 100 ക്വസ്റ്റ്യൻ, അങ്ങനെ 300 മാർക്ക്. നെഗറ്റീവ് മാർക്ക് -1 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. പിന്നെ അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കൊന്നും നഷ്ടമാവൂല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അടുത്തതായിട്ട് എക്സാം സെന്റേഴ്സ്. ഇതിൽ എക്സാം സെന്റേഴ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സൗത്ത് ഇന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് സെന്റർ വരുന്നത്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സൗത്ത് ഇന്ത്യയിൽ ചെന്നൈയിലാണ് സെന്റർ വരുന്നത്. ഓക്കെ, 70+ സിറ്റീസിലുണ്ട്. അപ്പൊ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത് ചെന്നൈയിലാണ്, സൗത്ത് ഇന്ത്യയിൽ. ഓക്കെ, അടുത്തത് എക്സാം കഴിഞ്ഞിട്ട് ഒരു AFSB സെലക്ഷൻ ഉണ്ട്, എയർഫോഴ്സ് സെലക്ഷൻ ബോർഡിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ട്. അത് 5 സ്റ്റേജസിലാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് Day 1 ആണ്. അപ്പൊ ഓഫീസർ ഇന്റലിജൻസ് റേറ്റിംഗ് ടെസ്റ്റ്, പിക്ചർ പെർസെപ്ഷൻ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പൊ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. Day 1 ഈവനിങ്ങിലായിരിക്കും ടെസ്റ്റ് വരുന്നത്. പിന്നെ ഒരു ഗ്രൂപ്പ് ടെസ്റ്റും പേഴ്സണൽ ഇന്റർവ്യൂ. ഇതൊക്കെ കോമൺലി ഉള്ള കാര്യമാണ്. ഇനി ഫ്ലൈയിങ് ബ്രാഞ്ചിന് സ്പെഷ്യൽ ആയിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റം, നമ്മൾ നേരത്തെ പറഞ്ഞേ CPSS, ഇതെന്ന് പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം ടെസ്റ്റ് ആണ്. എന്താണ് വൺസ് ഇൻ എ ലൈഫ് ടൈം ടെസ്റ്റ്? അത് ഒരു പ്രാവശ്യം മാത്രമേ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങളത് എൻറ്റയർ പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ ഫെയിൽ ആയിരിക്കുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഒന്നും കൂടെ അതിന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് റിക്വയർമെന്റ്സ് നമുക്ക് നോക്കാം. ഇതില് AFSB ക്വാളിഫൈനായിട്ട് നിങ്ങൾ റണ്ണിങ് ഉണ്ടായിരിക്കും. 1.6 കിലോമീറ്റർ ആയിരിക്കും. അതിന്റെ ടൈം എന്ന് പറയുന്നത് 10 മിനിറ്റ്സ് ആണ്. പിന്നെ 10 പുഷപ്സും അതുപോലെ 3 ചിന്നപ്സും ആണ് വരുന്നത്. ഇനി ട്രെയിനിങ്ങിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. 4 കിലോമീറ്റർ റൺ, അതും 15 മിനിറ്റ്സ് ആണ് ടൈം വരുന്നത്. പിന്നെ 20+ പുഷപ്സ്, അതുപോലെ സിറ്റപ്സ്. ഓക്കെ, അടുത്തത് 8 ചിന്നപ്സും വരുന്നുണ്ട്. പിന്നെ റോപ്പ് ക്ലൈംബിംഗ് 3.4 മീറ്റേഴ്സ് ആണ് പറയുന്നത്. റോപ്പ് 3 to 4 മീറ്റേഴ്സ് ആണ് പറയുന്നത്, സോറി. അടുത്തത് 25 മീറ്റർ സ്വിമ്മിങ്ങും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് എല്ലാവർക്കും ഡൗട്ട് ഉള്ള കാര്യങ്ങളാണ് മെഡിക്കലും അതുപോലെ ടാറ്റു പോളിസി. അതെന്താ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ ആദ്യത്തേത് മെഡിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഹൈറ്റിന്റെ കാര്യം. മെയിൽസിനാണെങ്കിൽ 157 സെന്റിമീറ്റർ ആണ് മെയിലിന് മിനിമം വേണ്ടുന്നത്. ഇനി ഫ്ലൈയിങ്ങിലാണെങ്കിൽ 162 സെന്റിമീറ്റർ ആണ് മിനിമം പറയുന്നത്. അടുത്തത് ഫീമെയിൽസിന് 152 സെന്റിമീറ്റർ ആണ്
മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇനി ഫ്ലൈയിങ്ങിനാണെങ്കിൽ 157 സെന്റിമീറ്റർ ആണ്. അടുത്തത് വെയിറ്റ് ആസ് പെർ യുവർ BMI. BMI വെച്ചിട്ട് ഒഫീഷ്യൽ ചാർട്ട് പ്രകാരം കറക്റ്റ് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആയിരിക്കണം. ഓക്കെ. അടുത്തത് ഇനി വിഷന്റെ കാര്യം നോക്കാം. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ പ്രോപ്പർ ഡെപ്ത് പെർസെപ്ഷൻ, ഇത് രണ്ടും വേണം. ഓക്കെ. അടുത്തത് ട്യൂബർകുലോസിസ്, ആസ്മ, കാർഡിയാക് ഇഷ്യൂസ് തുടങ്ങി ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ ഇതൊക്കെയാണ് മെഡിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ടാറ്റൂവിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിലും അത്യാവശ്യം ലിബറൽ ആയിട്ടുണ്ട്. അപ്പം ടാറ്റൂവിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ബ്രിസ്റ്റിന്റെ ഇന്നർ ആസ്പെക്റ്റിലായിരിക്കണം ടാറ്റു വരുന്നത്. അതായത് എൽബോ മുതൽ നമ്മുടെ ഈ പാം വരെയുള്ള ഈ ഒരു പോർഷനിൽ ഇന്നർ സൈഡിൽ ടാറ്റു വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതല്ലാതെ വിസിബിൾ ആയിട്ടുള്ള ഒരു പോർഷനിലും ടാറ്റു പാടില്ല, അത് റിജക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. നോട്ട് അലൗഡ് ആയിട്ടുള്ളത് വിസിബിൾ ഏരിയാസ്, ഈ ഒരു ഭാഗം അല്ലാതെ വിസിബിൾ ഏരിയാസിലുള്ളതൊക്കെ റിജക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇനി ഇവിടെ ഉള്ള ടാറ്റു ആണെങ്കിലും അത് റേസിസ്റ്റ് ആയിട്ടുള്ളതോ ഒഫെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും സിംബലോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാണ് നിങ്ങളുടെ ടാറ്റുവിലുള്ളതെങ്കിൽ അതും റിജക്ട് ആവും. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇന്നർ ഫോർ ആംസ് അലൗഡ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അത് വിത്ത് സെൽഫ് ഡിക്ലറേഷൻ ആണ്. നിങ്ങളുടെ സെൽഫ് ഡിക്ലറേഷനോട് കൂടിയാണ് അത് അലോ ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നെർക്കോട്ടിക്സ് യൂസ്. അത് അവർ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നെർക്കോട്ടിക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ഇതിൽ നിന്ന് നിങ്ങളെ ഡീബാർ ചെയ്യും. ഓക്കെ. അടുത്തത് ഇനി എല്ലാവർക്കും അറിയാനായിട്ട് ആഗ്രഹമുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യമാണ് സാലറി പേ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ഓരോന്നിന്റെയും പേ സ്കെയിലും കാര്യങ്ങളും നോക്കാം. അപ്പം പെർമനന്റ് കമ്മീഷൻ PC ആണെങ്കിൽ അതിൽ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്, റാങ്ക് ഫ്ലൈയിങ് ഓഫീസർ ആട്ടോ, ഫ്ലൈയിങ് ഓഫീസറിന്റെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് 56,100 ആണ്. അത് 1,77,500 വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ആ ഒരു റേഞ്ച് വരെ വരുന്ന സാലറി ആണ്. ഇനി നിങ്ങൾ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ഉണ്ടായിരിക്കും. ഓരോ മാസവും 56,100 ആയിരിക്കും നിങ്ങളുടെ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് ആണ്. ലൈഫ് ടൈം ഇൻഷുറൻസ് കവറേജ് വരുന്നത് 1,25,00,000 ആണ് നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജും വരുന്നത്. ഓക്കെ. ഇനി ഷോർട്ട് സർവീസ് കമ്മീഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലൈയിങ് പോസ്റ്റുകൾ ഉള്ളവർക്ക് 14 years ആയിരിക്കും വരുന്നത്. അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ഉള്ളവർക്ക് 10 years ആയിരിക്കും, എക്സ്റ്റെൻഡബിൾ ബൈ 4 years. ഇനി പെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല, പക്ഷെ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് പെർമനന്റ് കമ്മീഷനിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അടുത്തത് ഇനി ട്രെയിനിങ് ഡ്യൂറേഷൻ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ എക്സാം എല്ലാം പാസ്സായി കഴിഞ്ഞാൽ ട്രെയിനിങ് ഉണ്ടായിരിക്കുമല്ലോ. ആ ട്രെയിനിങ് എത്ര നാളായിരിക്കും അതറിയണ്ടേ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അടുത്തത് ഈ ട്രെയിനിങ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഡുണ്ടിഗൽ ഹൈദരാബാദിലായിരിക്കും. അവിടെ എയർഫോഴ്സ് അക്കാഡമി വെച്ചിട്ടായിരിക്കും ട്രെയിനിങ് വരുന്നത്. അടുത്തത് ഫ്ലൈയിങ് ബ്രാഞ്ചിന്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 62 weeks ആണ്. അതായത് 14 months ആണ് വരുന്നത്. അടുത്ത ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആണെങ്കിൽ അതും 62 weeks ആണ്, 14 months ആണ് ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ആണെങ്കിൽ കുറച്ച് കുറവാണ് ടൈം പീരീഡ്, 50 weeks ആണ്, അതായത് 11.5 months ആണ്. ഓക്കെ. അടുത്തത് എന്നാണ് ഈ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 2026 ജനുവരിയിലായിരിക്കും എക്സാം. അപ്പം 2027 ജനുവരി, എക്സാക്ട് ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ട്രെയിനിങ്ങിനെ കുറിച്ച് നോക്കാനായിട്ട്. അടുത്തത് ഇനി ഞാൻ പറഞ്ഞു NCC സ്പെഷ്യൽ എൻട്രി ഉണ്ട്, അതിനെ കുറിച്ച് പിന്നീട് പറയാം. അപ്പൊ അതിന്റെ കാര്യമാണ് പറയുന്നത്. NCC-കാർക്ക് ഒരു സ്പെഷ്യൽ എൻട്രി ഉണ്ട് എക്സാം എഴുതാതെ. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അപ്പം NCC എയർ വിങ് സീനിയർ ഡിവിഷനിൽ C സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണെങ്കിൽ, ഇനി അതിന്റെ കൂടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഈ എക്സാം രജിസ്റ്റർ ചെയ്യുന്നതിന് 2 വർഷം ആ ഒരു ഗ്യാപ്പിലായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക. 2 വർഷത്തിന് മുന്നേ ഉള്ളതായിരിക്കരുത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു 2 വർഷത്തിന് ഉള്ളിലായിരിക്കണം നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തത്. ഓക്കെ. അപ്പം ഇത് രണ്ടുമാണ് അവർ പറയുന്ന കാര്യങ്ങൾ. ഇനി എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു NCC സ്പെഷ്യൽ എൻട്രിയിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൽ നിങ്ങൾക്ക് അഫ്കാറ്റ് എക്സാം എഴുതണ്ട, എക്സാം എഴുതാതെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ പ്രൊസീജിയറിലോട്ട് വരാൻ പറ്റും. ഡയറക്ട്ലി കോൾഡ് ഫോർ AFSB ടെസ്റ്റിംഗ്. ഡയറക്ട്ലി നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റിംഗിലോട്ടും ഇന്റർവ്യൂ പ്രൊസീജിയറിലോട്ടും വരാനായിട്ട് സാധിക്കും. അടുത്തത് നോ ആപ്ലിക്കേഷൻ ഫീ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ. അപ്പൊ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് NCC സ്പെഷ്യൽ എൻട്രി വഴി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അടുത്തത്
NCC സ്പെഷ്യൽ എൻട്രി എത്ര സീറ്റ്സ് ഉണ്ട്? അപ്പൊ ടോട്ടൽ വേക്കൻസി 340 പ്ലസ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ടോട്ടൽ വേക്കൻസിയുടെ 10% എന്തെന്ന് പറയുന്നത് NCC സ്പെഷ്യൽ എൻട്രിക്കുള്ള വേക്കൻസീസ് സീറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ റിജക്റ്റ് ആവാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. അതില് ആദ്യത്തെ എന്ന് പറയുന്നത് ഫോൾസോ അല്ലെങ്കിൽ ഫോർജറോ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. ഇപ്പൊ ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യത്തില്ലേ, അവിടെ അവർക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃത്രിമോ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിജക്റ്റ് ആവും. അടുത്തത് പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആയിരിക്കണം, റോങ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ നിങ്ങൾ റിജക്റ്റ് ആവുന്നതായിരിക്കും. ഇനി അടുത്തത് ബാക്ക് പേപ്പേഴ്സ് ഒന്നും ഇല്ലാതെ അക്കാഡമിക് ബാക്ക്ലോഗ്സ് ഒന്നും ഉള്ളവരായിരിക്കരുത്. ഇനി അടുത്തത് CPSS ഓർ PABT പ്രീവിയസ് ഫെയിലിയർ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ടെസ്റ്റ് ആണ് PABT അതുപോലെ CPSS എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടെസ്റ്റിൽ മുന്നേ ഫെയിലിയർ ഉണ്ടായിരിക്കരുത് നിങ്ങൾക്ക്. അപ്പൊ ഇത് ലൈഫിൽ ഒറ്റ നടത്തത്തോളം എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇതിൽ മുന്നേ ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അവരെ റിജക്ട് ചെയ്യും. അടുത്തത് ക്രിമിനൽ ചാർജസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്കെതിരെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി ഒന്നും കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇനിയുള്ള ഫൈനൽ റിമൈൻഡർ ആണ്. ഡേറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് December 14 വരെ മാത്രമാണ്. കുറച്ച് ടൈമേ നിങ്ങൾക്കുള്ളൂ. അതിന് മുന്നേ തന്നെ അവസാന നിമിഷം വരെ നോക്കിയിരിക്കാതെ മുന്നേ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അവസാന നിമിഷം നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാതായി പോകും. അതുകൊണ്ടിട്ടാണ് മുന്നേ അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നുകൂടെ അപ്ലൈ ചെയ്യുന്നതിന്റെ കാര്യം പറയാം. ഈ ഒരു പോർട്ടൽ, ഈ കാണുന്ന ഒരു പോർട്ടലാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ വിസിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഫോം ഫില്ല് ചെയ്ത കാര്യം ശ്രദ്ധിക്കുക. കറക്റ്റ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് തന്നെ ഫില്ല് ചെയ്യുക. ഇത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീസ് പേ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.